ഹായ് ഫ്രണ്ട്സ്, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പോകുന്നത് നേരെ ദേരയിലുള്ള ഗോൾഡ് സൂക്കിലോട്ടാണ്. ദേര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ ദുബായിയുടെ കച്ചവട കേന്ദ്രമാണ് ദേര. അവിടെയാണ് ഈ ഗോൾഡ് സൂക്ക് ഉള്ളത്. ഗോൾഡ് സൂക്ക് മാത്രമല്ല, മറ്റൊരുപാട് മാർക്കറ്റുകളും അവിടെയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലാണ്. അവിടെ നിന്നാണ് ഞാൻ ഗോൾഡ് സൂക്കിലോട്ട് പോകുന്നത്. മെട്രോയിൽ വരുന്നവർക്ക് എളുപ്പം അബ്രയിൽ പോയിട്ട് അവിടെ നിന്ന് ദുബായ് RTA ബോട്ട് സർവീസ് ഉപയോഗിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അബ്രയിലോട്ട് എത്തുമ്പോൾ തന്നെ പഴയ ദുബായിലെത്തിയ ഫീലാണ്. കാരണം അവിടുത്തെ ബിൽഡിങ്ങുകളും വഴിയോര കടകളും കച്ചവടക്കാരും എല്ലാം തന്നെ നമ്മളെ പഴമയിലോട്ട് കൊണ്ടുപോകും. ആ നേരത്താണ് അവിടെ മണൽ കൊണ്ടുള്ള ആർട്ട് ഉണ്ടാക്കുന്ന കണ്ടത്. അതൊരു ഷോപ്പാണ്. വളരെ മനോഹരമായിട്ടാണ് അത് അവരോട് ചെയ്തു വെച്ചിരിക്കുന്നത്. ദുബായ് ഡെസേർട്ടിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളും ഷോപ്പുകളും അബ്രയിലുണ്ട്. ഗോൾഡ് സൂക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആദ്യം കാണാം. ദുബായ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ആർട്ടുകൾ ഇവിടെ ഉണ്ട്. ബുർജ് ഖലീഫയുടെ ആർട്ടുകൾ, ഫ്രെയിംസ്, ട്രഡീഷണൽ ആയ ഡ്രസ്സുകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ വൈവിധ്യങ്ങളായ സുഗന്ധദ്രവ്യങ്ങൾ, ചന്ദനം, കുങ്കുമപ്പൂവ്, മഞ്ഞള്, ഇതിൽ പലതും എനിക്കറിയില്ലാത്തതാണ്. ആ മാർക്കറ്റിൽ തന്നെ വ്യത്യസ്തമായ നിറത്തിലുള്ള സ്റ്റോണുകൾ, അതെല്ലാം നല്ല സുഗന്ധമുള്ളതായിരുന്നു. ശരീര സൗന്ദര്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുങ്കുമപ്പൂ. അതിവിടെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്. അത് നമ്മൾ അതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. കാരണം വിദേശികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ സുഗന്ധദ്രവ്യമാണ്. പല രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്ത വ്യത്യസ്തമായ നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കളാണ് ഇവയെല്ലാം. ദേരയും ബർദുബായും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാർക്കറ്റുകൾ ഇവിടെയുണ്ട്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ മാർക്കറ്റുകൾ ദേരയിലാണ് ഉള്ളത്. ഏകദേശം നമ്മുടെ ഓൾഡ് ദുബായ് തുടങ്ങുന്നത് ബർദുബായിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ പഴയ ബോട്ട് സർവീസ് ഇന്നും ദുബായ് RTA വളരെ കൃത്യതയോടും അധികം യാത്രാ ചെലവും ഇല്ലാതെയാണ് ബർദുബായിൽ നിന്നും ദേരയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. 1 ദിർഹം തന്നെയാണ് യാത്രാ ചാർജ്. അപ്പൊ ഞാൻ ഇനി നേരെ ദേരയിലോട്ട് പോവുകയാണ്. RTA ഈ ബോട്ടിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ദേര എത്തി. ഓൾഡ് ബലദിയ സ്ട്രീറ്റ് എന്നുള്ള വലിയൊരു ആർച്ച് ഇവിടെ ഉണ്ടായിരുന്നു. സൂക്കുകളിലോട്ടുള്ള എൻട്രി ഇതുവഴിയാണ്. ഓരോ സാധനങ്ങൾക്കും വ്യത്യസ്തമായ മാർക്കറ്റുകൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഗോൾഡിന്, തുണിത്തരങ്ങൾക്ക്, മറ്റ് സുഗന്ധദ്രവ്യങ്ങൾക്ക് എല്ലാത്തിനും വെവ്വേറെ മാർക്കറ്റുകളാണ് ഇവിടെ ഉള്ളത്. ബർദുബായിൽ നമ്മൾ കണ്ട അതേ വഴികളും അതേ മാർക്കറ്റുകളും തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേ പാറ്റേൺ ആണ് ഇവരിവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്കിവിടെയുള്ള ഓരോ സൂക്കുകളും കാണാം. യുട്ടൻസിൽ സൂക്കിലോട്ടുള്ള എൻട്രിയാണിത്. പാത്രങ്ങളുടെ മാർക്കറ്റാണ്. എന്നിരുന്നാലും ഇവിടെ മറ്റു കാര്യങ്ങളും, സുഗന്ധദ്രവ്യങ്ങൾ, അലങ്കാര വസ്തുക്കൾ, അലങ്കാര പാത്രങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ആദ്യം നമ്മൾ എൻട്രി കണ്ടത് ഗ്രാൻഡ് സൂക്കിന്റെ എൻട്രിയാണ്. ഇത് രണ്ടാമത്തത് യുട്ടൻസിൽ സൂക്ക്. അടുത്തായി മാട്രസ് സൂക്കുകളാണ്. മാട്രസ് സൂക്ക് അറിയാലോ, മെത്തകള്, തുണിത്തരങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ടെക്സ്റ്റൈൽ സൂക്കാണത്. അവിടെ എല്ലാ തുണിത്തരങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ മാർക്കറ്റുകളും എടുക്കാത്തത്, എല്ലാം ഒരേ പാറ്റേണിലുള്ള മാർക്കറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും എടുക്കാത്തത്. ഇനി ഞാൻ നേരെ പോകുന്നത് ഗോൾഡ് സൂക്കിലോട്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡ് ശേഖരം ഉള്ള മാർക്കറ്റാണ് ഗോൾഡ് സൂക്ക്. ഇനി നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ കയറുമ്പോൾ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റിങ്, അതായത് വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയൊരു റിംഗ് ആണിത്. അത് ഗോൾഡ് സൂക്കിലെ ഒരു ഷോപ്പിലാണ് ഉള്ളത്. 64 കിലോഗ്രാം ആണ് ഈ റിങ്ങിന്റെ വെയിറ്റ്. ഏകദേശം 22 ലക്ഷം ദിർഹത്തിന് മുകളിലാണ് ഇതിന്റെ വില. അതായത് ഇന്ത്യൻ വില 5 കോടിക്ക് മുകളിലാണ് ഈ റിങ്ങിന്റെ പ്രൈസ്.
കാണാൻ ഇത്രയും മനോഹരമായ റിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മൂവീസിലും ഈ റിംഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏത് രീതിയിലുള്ള സ്വർണ്ണമാവട്ടെ, ഏത് രീതിയിലുള്ള ഡിസൈൻ ആവട്ടെ, അതെല്ലാം വളരെ ആകർഷകമായ രീതിയിൽ ഒരുക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് വിദേശ സഞ്ചാരികൾ ഇവിടെ വന്ന് സ്വർണ്ണം മേടിച്ചു പോകാറുണ്ട്. ഏകദേശം 350-ലധികം സ്വർണ്ണ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാ ഷോപ്പുകളിലും കയറി റേറ്റുകൾ അന്വേഷിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ തിരഞ്ഞെടുക്കുക, മാക്സിമം ബാർഗെയിൻ ചെയ്ത് മേടിക്കുക. ഒരുപാട് ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ പല ഷോപ്പുകളിലും പല റേറ്റുകളാണ്. അതുകൊണ്ട് മാക്സിമം ബാർഗെയിൻ ചെയ്ത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബജറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്വർണ്ണം മേടിക്കാൻ പറ്റും. സ്വർണ്ണം കൂടാതെ തന്നെ വജ്രങ്ങള്, അമൂല്യമായ രത്നങ്ങള്, പല ഡിസൈനിൽ ഒരുക്കിയ സ്വർണ്ണ കട്ടികള്, അതെല്ലാം തന്നെ ഗോൾഡ് സൂക്കിനെ ആകർഷണീയമാക്കുന്നതാണ്. ഇനി നമുക്ക് അവിടുത്തെ സ്വർണ്ണ കാഴ്ചകളിലേക്ക് പോവാം. അപ്പൊ ഇതൊക്കെയാണ് ദേര ഗോൾഡ് സൂക്കിലെ വിശേഷങ്ങൾ. എന്റെ ക്യാമറയിൽ പകർത്താൻ കഴിയാത്ത ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ ഉണ്ട്. അതൊക്കെ വന്ന് കണ്ട് ആസ്വദിക്കുക. അതോടൊപ്പം തന്നെ ദുബായിലെ പുതിയ പുതിയ കാഴ്ചകൾ കാണാനും ദുബായിലെ വിശേഷങ്ങൾ അറിയാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.